Mayday, Mayday, Mayday. 12/6/2025 ഇന്ത്യ കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തം ഇന്നലെ അഹമ്മദാബാദിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ വിമാന ദുരന്തത്തിൻ്റെ പിന്നിലായി നമ്മൾ ഉയർന്നു കേട്ട ഒരു വാക്കാണ് മെയ്ഡേ എന്നുള്ളത്. വിമാനാപകടങ്ങളെ കുറിച്ചുള്ള വാർത്തകളിൽ നമ്മൾ ചിലപ്പോൾ കേൾക്കുന്ന വാക്കുകളാണിവ. ഒരു പൈലറ്റ് തൻ്റെ അവസാന നിമിഷങ്ങളിൽ ഈ വാക്കുകൾ ഉച്ചരിച്ചാൽ അത് വിമാനത്തിന് ഗുരുതരമായ എന്തോ സംഭവിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കേവലം ഒരു വാക്ക് മാത്രമല്ല മെയ്ഡേ, അത് ജീവന് ഭീഷണിയുള്ള ഒരു സാഹചര്യത്തിൽ ഉടനടി സഹായം അഭ്യർത്ഥിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കോഡാണ്. പ്രധാനമായും വിമാനങ്ങളിലും കപ്പലുകളിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ വാക്കിൻ്റെ ഉത്ഭവം ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. അതായത് എന്നെ സഹായിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1920കളിൽ ലണ്ടനിലെ ഒരു റേഡിയോ ഓഫീസറായ ഹെഡ്രിക് സ്റ്റാൻലി മോക്ക്ഫോർഡ് ആണ് ഇത് രൂപപ്പെടുത്തിയത്. 1927 ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. ഒരു പൈലറ്റ് മെയ്ഡേ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് തുടർച്ചയായി 3 തവണ ആവർത്തിക്കും. ഇത് ആശയക്കുഴപ്പം ഒഴിവാക്കാനും ഒരു യഥാർത്ഥ അടിയന്തരാവസ്ഥയാണെന്ന് വ്യക്തമാക്കാനുമാണ്. ഈ സിഗ്നൽ നൽകിക്കഴിഞ്ഞാൽ എയർ ട്രാഫിക് കൺട്രോൾ മറ്റെല്ലാ റേഡിയോ ട്രാഫിക്കും നിർത്തിവെക്കുകയും ഈ അടിയന്തര സന്ദേശത്തിന് മുൻഗണന നൽകുകയും ചെയ്യും. തീപിടുത്തം, എൻജിൻ തകരാർ, നിയന്ത്രണം നഷ്ടപ്പെടുക തുടങ്ങിയ ജീവന് ഭീഷണിയുണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ അത്ര ഗുരുതരമല്ലാത്ത ഒരു അടിയന്തരാവസ്ഥയെ സൂചിപ്പിക്കാൻ പാൻ എന്നൊരു സിഗ്നൽ കൂടിയുണ്ട്. ചെറിയ സാങ്കേതിക തകരാറുകൾക്കോ മെഡിക്കൽ അത്യാവശ്യങ്ങൾക്കോ ആണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ജീവന് അടിയന്തര ഭീഷണിയുള്ളപ്പോൾ മാത്രമാണ് മെയ്ഡേ കോൾ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ മെയ്ഡേ എന്നത് ആശയവിനിമയത്തിലെ ഒരു ചെറിയ വാക്കല്ല, മറിച്ച് അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ അവസാനത്തെ പ്രതീക്ഷയും സഹായത്തിലുള്ള നിർണായകമായ ആഹ്വാനവുമാണ്.